അപ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് സമോസ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മുടെ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങ ചിരക്കി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കാഷ്യൂ ആണ്. അപ്പം അത് നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ ബദാമാണ് കേട്ടോ. അപ്പം ഞാൻ ബദാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ചേർക്കുന്നത് കിസ്മിസ് ആണ്. അപ്പം നിങ്ങൾക്ക് കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്കിത് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സ്റ്റഫിങ് റെഡിയാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ പേസ്റ്റ് കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു 3 ടീസ്പൂൺ മൈദ നമ്മുടെ ബൗളിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ചേർക്കണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയേ. അങ്ങനെ നമ്മുടെ മൈദ പേസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമോസ ഫില്ല് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ സമോസ ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണറിലേക്ക് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു പോക്കറ്റ് കിട്ടും. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് മൈദ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇനി സമോസ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാനിൽ നമ്മുടെ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് സമോസസ് ഒക്കെ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, ആരും മറക്കല്ലോ കേട്ടോ. അപ്പോൾ അത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ചൂടുള്ളപ്പം മാത്രമേ നമ്മുടെ സമോസസ് ഇട്ട് കൊടുക്കാവൂ. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ഒരു 3 to 4 മിനിറ്റ്സ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സമോസ കുക്കായി കിട്ടും നമുക്ക്. അങ്ങനെ നമ്മുടെ സമോസ ഇപ്പോൾ ഒരു 4 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാമേ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് സമോസ റെഡി ആയിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ സ്വീറ്റ് സമോസ റെസിപ്പി? അടിപൊളിയായിട്ടില്ലേ? സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുന്ന അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും വിട്ടുപോകണ്ട കേട്ടോ. അതുകൊണ്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കാണും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തേക്ക്. അപ്പോൾ ഞാനെടുത്ത വീഡിയോസ് ഒന്ന് മിസ്സാകാതെ കാണാൻ പറ്റും കേട്ടോ.
ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.